ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാർബിൾ കേക്കാണ്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ പുതിയതായിട്ട് വിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മുട്ടയുടെ വെള്ളയും മഞ്ഞയൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ ഇവിടെ 3 മുട്ടയാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മുട്ടയുടെ മഞ്ഞയിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. ഇത് തിളപ്പിച്ച പാലൊന്നുമല്ല, റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള പാലാണ്. പിന്നെ നമുക്ക് വേണ്ടത് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ ആയാലും മതി. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അളന്നെടുത്ത മൈദയാണ്. ഇത് നമ്മൾ അരിപ്പയിലോട്ട് ഇട്ടിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ വെള്ളയൊന്ന് നമുക്കൊന്ന് പതപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് കുറേശ്ശെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പാത്രം ഡ്രൈ ആയിരിക്കണം, എന്നാലേ മുട്ട നന്നായിട്ട് പതഞ്ഞ് വരുള്ളൂ. ഇപ്പോൾ ഞാൻ മൊത്തം 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്തുന്നത്. അപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിസ്ക് ഇതിന്ന് എടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടണം. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഇനി നമുക്ക് നമ്മുടെ ബാറ്ററിലോട്ട് എഗ് വൈറ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സാവധാനം മിക്സ് ചെയ്യാം. ഓവർ മിക്സ് ചെയ്യരുത്. ഇതൊന്ന് എല്ലാതും പാടെ ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പകുതി വേറൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനൊരു ബൗളിലോട്ട് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു അരിപ്പയിലിട്ടിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് കണ്ടെയ്നറിലോട്ട് മാറ്റാം. അപ്പോൾ കേക്ക് കണ്ടെയ്നറിൽ ഞാൻ ഓയിൽ തടവിന് ശേഷം ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് സ്റ്റീൽ പാത്രത്തിലാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ബാറ്റർ ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ വൈറ്റ് ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇടവിട്ട് നമുക്ക് ഓരോ ബാറ്റർ ഒഴിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലൊരു കോലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പൂൺ എടുത്തിട്ട് എല്ലാ സൈഡിൽ നിന്നും ഇതുപോലൊരു സെൻറ്ററിലോട്ടൊന്ന് വരച്ചു കൊടുക്കും. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എൻ്റെ വീഡിയോയുടെ കട്ടായി പോയതാണ്, ഞാൻ ടാപ്പ് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ കുക്കറിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. കുക്കർ ഞാനൊരു 10 മിനിറ്റ് ഒരു മീഡിയം തീയിൽ വെച്ചിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്തിരുന്നു. കുക്കറിൽ ഞാനൊരു റിങ് വെച്ചിരുന്നു. അതിൻ്റെ മുകളിലോട്ടാണ് നമ്മുടെ കേക്ക് കണ്ടെയ്നർ ഇറക്കി വെക്കുന്നത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 30 തൊട്ട് ഒരു 35 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒരു 35 മിനിറ്റ് എടുത്തു ഇതൊന്ന് ബേക്ക് ചെയ്ത് വരാൻ. അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിൽ നിന്നും മാറ്റാം. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൽ നിന്നും മാറ്റാം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ലൊരു സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എന്നോട് പറയണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് വേറെ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ ബൈ. താങ്ക് യു.